CPM ജില്ലാ സെക്രട്ടറിയുടെ കോഴയാരോപണത്തിനെതിരെ വെല്ലുവിളിയുമായി BJP നേതാവ്. ഒറ്റപ്പാലത്തെ BJP വോട്ടുകൾ മറിക്കാൻ UDF സ്ഥാനാർത്ഥി PK ശശി 50 ലക്ഷം കോഴ നൽകിയെന്ന ആരോപണത്തിനാണ് വെല്ലുവിളി. തനിക്കെതിരായ ആരോപണം ഒരു പിതാവിന് ജനിച്ച മകനാണെങ്കിൽ സുരേഷ് ബാബു തെളിയിക്കണമെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ പറഞ്ഞു. മുൻ സ്ഥാനാർത്ഥിക്ക് പണം നൽകിയതായാണ് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഇന്നലെ ആരോപണം ഉന്നയിച്ചത്. എറണാകുളത്തുള്ള ഏജൻസി വഴി തുക നൽകിയതായാണ് ആരോപണം. വെറും ആരോപണമാണത്. ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് വേണുഗോപാൽ പറഞ്ഞു. CPMന്റെ ജില്ലാ സെക്രട്ടറി ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണ് ആരോപണം ഉന്നയിച്ചത് എങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതും കേരളത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആ ആരോപണം തെളിയിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് പറയാൻ ഞാൻ ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുക. തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടണം. മാത്രമല്ല, ഉന്നയിച്ച ആരോപണം വളരെ രസകരമാണ്. ഒറ്റപ്പാലത്ത് നിരവധി ആളുകൾ BJPയിൽ മത്സരിച്ചിട്ടുണ്ട്. ആ മത്സരിച്ച ആളുടെ അല്ലെങ്കിൽ ഇതിൽ ഡീല് നടത്തിയെന്ന് ആരോപിക്കുന്ന ആളുടെ പേര് പറയാൻ എന്താ അവർക്ക് തടസ്സം? അവർ പേര് പറയണം, തെളിവുകൾ പുറത്തുവിടണം. ഇത് യഥാർത്ഥത്തിൽ പാലക്കാട് ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി, ഇപ്പോൾ ഞാൻ പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ അധ്യക്ഷനാണെങ്കിലും ജില്ലയുടെ നേരത്തെ റവന്യൂ ജില്ലയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് ജില്ലയെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഈ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി വളരെ മുന്നേറ്റം നടത്തുകയാണ്. ഏറ്റവും മിനിമം 4-ൽ കുറയാത്ത സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും എന്നുള്ള അന്തരീക്ഷത്തിലാണ് ഒരു നിരുത്തരവാദപരമായുള്ള പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്. അത് പ്രത്യേകിച്ച് വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ, അതിലൂടെ അവരുടെ ഒലിച്ചുപോകാവുന്ന അവരുടെ വോട്ടുകൾ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. BJPയുടെ നേതാക്കന്മാരെ മൊത്തം ചളിവാരി എറിയുന്നത് ഫലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ജനങ്ങളെ പുച്ഛിച്ചു തള്ളും. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഡീൽ നടത്തുന്നത് ജനങ്ങളുമായിട്ടാണ്. ജനങ്ങളല്ലാതെ ഇവിടെ കോൺഗ്രസിന് ഡീൽ നടത്താനും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഡീൽ നടത്താനൊന്നും ഞങ്ങൾ നടക്കേണ്ട കാര്യമില്ല. അത് ജനങ്ങൾക്കും ബോധ്യവും. സ്പിരിറ്റ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നയാളാണ് സുരേഷ് ബാബുവെന്നും വേണുഗോപാൽ പറഞ്ഞു. തെളിയിച്ചില്ലെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. UTV ന്യൂസ്, പാലക്കാട്.